കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.10 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം ഇതാണ്: ഹെക്സാ അക്വ മാംഗനീസ് 2 അയോണിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ മാംഗനീസിന്റെ തന്നെ ഹെക്സാ സയാനോ കോംപ്ലക്സിൽ ഒരേ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ രണ്ട് കോംപ്ലക്സുകൾ നമുക്ക് നോക്കാം. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം കാണുന്നത് 4sലെ ഇലക്ട്രോൺ, പിന്നെ കാണുന്നത് 3Dയിലെ ഇലക്ട്രോൺ. സോ 3Dയിൽ 5 ഇലക്ട്രോണും 4sൽ 2 ഇലക്ട്രോണുമാണുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം മാംഗനീസ് ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലേ മക്കളെ? സോ ഇവിടെ നോക്കുക, അക്വ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, 0 ആണ്. സോ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +2 ആണ്. +2 എന്ന് പറഞ്ഞാൽ 4sലെ 2 ഇലക്ട്രോൺസ് ഇല്ല. 4sൽ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്തു. പിന്നെ 3Dയിൽ മാത്രമാണ് ഇലക്ട്രോൺസ് ഉള്ളത്. 3Dയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5 ആണ്, 3D 5 ആണ്. സോ നമുക്ക് ഇലക്ട്രോണുകൾ വരയ്ക്കാം. 1 2 3 4 5. ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് H2O ആണ്, അക്വ ആണ്. H2Oയുടെ പ്രത്യേകത എന്താണ്? ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് പെയറിംഗ് നടത്താൻ സാധിക്കത്തില്ല. സോ ഇവിടെ പെയറിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സിൽ 5 അൺപെയ്ഡ് ഇലക്ട്രോണുകൾ അവൈലബിൾ ആണ്. എന്നാൽ മാംഗനീസിന്റെ നെക്സ്റ്റ് കോംപ്ലക്സ് ഇതാണ്. ഇവിടെയും മാംഗനീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. പക്ഷെ ഇവിടുത്തെ ലിഗാൻഡ് എന്ന് പറയുന്നത് സയാനോ ആണ്. സോ മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D5 4s2 എന്നാണ് വരിക. എന്നാൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ 4sലെ 2 ഇലക്ട്രോണുകൾ ഇല്ല, 4s 0 ആണ്. സോ 5 ഇലക്ട്രോണുകൾ നമുക്ക് വരയ്ക്കാം മാംഗനീസിന്റെ ഉള്ളിൽ. 1 2 3 4 5. മക്കളെ ഇവിടുത്തെ ലിഗാൻഡ് ഏതാണ്? സയാനോ ആണ്. സയാനോയുടെ പ്രത്യേകത അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത് പെയറിങ്ങിന് കാരണമാകും. സോ Eg-യിലെ ഈ 2 ഇലക്ട്രോണുകൾ പെയറിംഗ് നടന്ന് ഇങ്ങോട്ടേക്ക് പോകും. സോ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ അവശേഷിക്കുന്നത് 1 ആണ്.